ആരാ? ക്രിസ്പിൻ ബേബി സാറ്. ചാച്ചൻ കുളിക്കുക. കേറിയിരിക്കെ. താങ്ക് യു. ഞാനൊരു പാവം വർമ്മ. ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. ചാച്ചൻ പോയി ഷർട്ട് ഇട്ടിട്ട് വാ. വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. ലാലേട്ടൻ ഫാനാ? അല്ല, മമ്മൂക്ക. ഞാൻ ലാലേട്ടൻ ഫാനാ. മമ്മൂക്ക് ഇപ്പം എന്നാ റോളുകളും ചെയ്യും. തെങ്ങറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടൻ ഉണ്ടല്ലോ, വർമ്മ നായർ മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? എന്നാ ചിരിച്ചേ? നമസ്തേ ബേബി സാർ. പോട്ടെ. പാസ്റ്റർ വിളിച്ചായിരുന്നു. ഫോട്ടോഷോപ്പ് ഒക്കെ മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? യെസ് സാർ. CX6CC. ഓക്കെ ഓക്കെ. തിങ്കളാഴ്ച കടയിലോട്ടോ, ബാക്കി എവിടെ ചോറേ. ശരി സാർ. നിൽക്ക്, ഞാൻ കടയിലോട്ടാ, കവല വിടാം. താങ്ക് യു സാർ. സണ്ണി ചേട്ടോ, ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണിയലക്കാൻ കയറിയതാ. വേണ്ടായിരുന്നു. കട്ടപ്പനയിലെ കുട്ടികൾക്ക് ഫാഷന്റെ മാസ്മരിക ലോകത്തേക്ക് ഒരു കിളിവാണ്. കട്ടപ്പന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ച് അടുത്ത് തന്നെ പോണ്ടാവേ. ഒരു പറമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കോട്ട് നല്ല ഇവിടെ ഉണ്ടായിരുന്നു. എന്തിന് എടുക്ക ഇരിക്കേ. ചായ ഇങ്ങോട്ട് വാങ്ങിക്കോ, ലെൻസിലേക്കേ. ആ, ഇനി സാബൊന്ന് മാറിക്കേ. ആ, അങ്ങനെ ഇരിക്കട്ടെ. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. നൈസായിട്ടൊന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ കൊള്ളാം അല്ലേ? ബേബിച്ചേട്ടോ, കഴിക്കാം. ഒരു 5 മിനിറ്റടാ. എന്നാടാ, മുട്ട പൊരിച്ചതും മഞ്ഞക്കറി മാത്രമേ ഉള്ളോ? ഇന്നലെ കിടന്നപ്പോൾ ഒരു നേരമായില്ലേ. ഭാവനച്ചാൻ വാഴത്തോട്ടത്തിൽ എന്നെ എടുക്കായിരുന്നു, വല്ലതും പറഞ്ഞായിരുന്നു? ഓരോ കളികൾ. സാരമില്ലടാ, പ്രായമായി ഇങ്ങനെയാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് കുത്തിയിരുന്നാൽ പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ സണ്ണി ചേട്ടൻ തന്നെ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാവിൻ്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഏത് സണ്ണിച്ചേട്ടൻ? മഹേഷ്, ഗിരീഷ്, സുരേഷേ വേണ്ട, നിന്റെ സൗമ്യയുടെ അപ്പാപ്പൻ തന്നെ. എന്നാ ഒരു നിപ്പ. നിന്റെ അപ്പനേക്കാൾ പറയാൻ വരും. മകേഷേ, വേവിച്ചായോ? ആ, വേവിച്ചായോ? നമ്മുടെ കരിമലയിൽ സണ്ണിച്ച് പ്ലാവിന്ന് കൂടി വടിയായത് കേട്ടല്ലോ. നിങ്ങൾ വല്ലതും കേട്ടായിരുന്നോ? ഞങ്ങളിതാ ഇപ്പൊ പറഞ്ഞു. വന്നേ. എടി സൗമ്യ, നമ്മുടെ സണ്ണിപ്പാപ്പൻ പ്ലാവേന്ന് വീണ് മരിച്ചടി. അതേടി. നീ പോരെ, ഇല്ലേ പിന്നെ നാട്ടുകാരെന്നാ പറയും. ഈ ത്രികോണത്തിലെ BC എന്ന വശത്തിന്റെ നീളം ഡിയിലേക്ക് 6 സെന്റിമീറ്റർ നീളുന്നു. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാ? എങ്കിൽ ത്രികോണം ABDയുടെ പരപ്പളവ് എത്ര? എല്ലാവരും ഇതൊന്ന് വരച്ചെടുത്തേ. സൗമ്യ. ഇതിന് മഹേഷ് സൗമ്യനെ ഇഷ്ടമാണ്. എഴുന്നേക്ക്, നിട്ട് ഇങ്ങോട്ട്.
പഠിക്കാൻ വന്ന മതി മതി, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. തെളിവയിലഴകും ലല്ലല്ല, മഴയുടെ കുളിരും ലല്ലല്ല, മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം. കളിച്ചിരിയുണരും ഉണരും വഴികളിലൊഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും പുന്നാരം. കാലത്തുണരും നേരം കാണും മലരും, രാവിൽ കുഴലൂതുന്നൊരു കാണാ കൊയിലും. അരികിൽ വരും കഥ പറയും കനവുകളോ ചിറകണിയും. തെളിവയിലഴകും ലല്ലല്ല, മഴയുടെ കുളിരും ലല്ലല്ല, മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം. കളിച്ചിരിയുണരും ഉണരും വഴികളിലൊഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും പുന്നാരം. മമ്മി, എടി സൗമ്യ, നമ്മുടെ സണ്ണിപ്പാപ്പ പോയടി. ഈസ്റ്റർ കഴിഞ്ഞിട്ടല്ലേ പോത്തുള്ളൂ. എനിക്കറിയാവുന്നതല്ലേ, അവൻ അത്ര വൃത്തിയിട്ടവനാണ്. ലോകത്ത് വിശ്വസിക്കാൻ ചേടാ. ആദ്യം അത് 7:30-ആയിരുന്നു, ഇപ്പം 8:30-ആക്കി. എടി റൂബി, നിനക്ക് ഈ പാതിരാത്രിക്ക് എന്നെ പോണോ? ഇച്ചാൻ കാലത്ത് കടയിൽ പോണ്ടേ? ഓ പിന്നെ കടയിൽ എൻ്റെ നാത്തൂനെ ആ തുണി മാറ്റിയിട്ടേച്ച് അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ഒത്തു കിട്ടുമ്പോഴല്ലേ അവനവൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിനധികം സമ്മതിക്കണ്ടേ? അവിടെ തുള്ളിച്ചാടി നിപ്പുണ്ട്. ഇന്ന് ആനി കൊടുത്ത ആ ചാക്ക് പോലത്തെ സാരിയുടെ പേരെന്നാടി? നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പുറം വല്ലതും ഇരുന്ന് കഴിക്കാൻ നോക്ക്. എന്റെ വലിയേട്ടായി മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ തൊണ്ടയിന്ന് വല്ലതും ഇറങ്ങുമോ കുഞ്ഞാഞ്ഞ്? എന്നാ നിങ്ങൾ മക്കളെ എഴുന്നേറ്റ് പോയി കഴിക്കടി. ഓ എനിക്കിപ്പോ വേണ്ട. ഓ അവർക്കിപ്പോൾ വേണ്ടെന്നേ. കാര്യം വലിയേട്ടായി നാട്ടുകാർക്കൊക്കെ എമ്പൊക്കെ ആയിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം? ആള് പോയേ. എന്നാണേലും അടക്ക് കളി. പിന്നല്ലാതെ എന്നാ ആളായിരുന്നു. ആന്നേ, ഞായറാഴ്ച ആയിരുന്നു ഇതിന്റെ ഇരട്ടി ആള് കണ്ടേനെ. അതെ അതെ, 1-ാം തീയതി വല്ലായിരുന്നു ചുറ്റി പോയാനെ. അതെ അതെ. അയ്യോ, എടാ ബേബി, എന്നാ പറ്റിയ? എല്ലാവരും ഒന്ന് ഓടി വായോ. എടി മോളി, ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേടി. ഇവന്റെ ഒരു ഉടുക്കത്തെ കുടി. എടി മോളി, ഓ എന്നെ കുരിയച്ചാ, എല്ലാവരും ഓടി വായോ. ബേബി, നീ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തു വാ. വെള്ളം കൊടുക്കരുത്. എടാ ഗ്യാസ് ആണെങ്കിൽ വെള്ളം കുടിക്കണം. വെള്ളം കൊടുക്കരുത്. എന്നാ ഒരു ചൂട് ചായ എടുക്കാം. ചായയൊക്കെ തിളച്ചു CPR കൊടുക്കണം. എനിക്ക് അത്ര വേദനയില്ല, കുറവുണ്ട്. എല്ലാവരും കാറ്റ് കയറട്ടെ. വേണ്ട, എനിക്കിപ്പോ വേദനയില്ല. അയ്യോ, 30 എണ്ണി കഴിയുമ്പോ വായിൽ ഊതി കൊടുക്കണം. ഓക്കെ, കം ഓൺ. എനിക്ക് വേദനിക്കും. വേദനയില്ലെന്ന്. അമ്മിക്കല്ലേ അപ്പടി കുറുമ്പ എന്നായി കാണിച്ച് എല്ലാരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും കാണായിരുന്നു. ഓ, നീ വല്ലതും കഴിച്ചായിരുന്നു? ഒരു കട്ടൻ കാപ്പി മാത്രം. ഇതെന്നാ? കുമ്പളപ്പം. എത്ര നാളായെന്നറിയ ഇത് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? പിന്നെ എന്നൊക്കെ ഉണ്ട്? സദായിസ്, മദായിസ്, ഉൻതീസ്, തീസ്,
ഊതിക്കോ. ഉരിച്ചാ ഊതിക്കോ. അയ്യോ ഏക്, ദോ, തീൻ. അയ്യോ അയ്യോ ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ CPR-ന്റെ പോടാ. ഇപ്പൊ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ചേട്ടാ ആംബുലൻസ് വിളിക്കട്ടെ? വൈകിട്ട് ഇച്ചിരി വാട്ടുകപ്പ കഴിച്ചായിരുന്നു, ഗ്യാസിൻ്റെയാ. ഗ്യാസ് ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ ആന്ന്. അയ്യോടി ബേബിച്ചാ ഞാൻ കൊണ്ടുവന്നുവിടാടാ. എന്നാത്തിനാ, വലിയ ഉപകാരം. കേട്ടില്ലേ, ഗ്യാസിന്റെയാ. കാലക്കി എൻ്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ ആയിരുന്നു, നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നിന്നെ എന്നാടി പൈപ്പിലെ വെള്ളം മൊത്തം തുറന്നു കൊടുക്കുന്നത്? കഴിഞ്ഞില്ലേ? കയറി പോയിക്ക്. മോളെ, നമ്മുടെ കുരിയച്ചൻ മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. അവർ തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. ചെറുക്കൻ കാനഡയിൽ നേഴ്സാണ്, നല്ല കുടുംബമെന്നാണ് പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ, എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനേക്കാളും ലോകപരിചയം വിദ്യാഭ്യാസമൊക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്ക്. ഇതിലെ കുമ്പളപ്പൊന്നും നടന്നാൽ മതിയോ, അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? അവളോട് ചേട്ടായി ഒന്ന് സംസാരിക്കേ. ഞാൻ എന്നാ പറയാനാടാവേ, ലവിന്റെ കേസല്ലേ. അവളോട് ആലോചിക്കാനല്ലേ പറഞ്ഞേക്കുന്നേ, അപ്പൊ അവൾ ആലോചിക്കട്ടെന്നേ. അത് കറക്റ്റ്. ഉറങ്ങിയോടി സൗമ്യ? എടി, ചാച്ച നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അറിയാം, വിസ്തരിക്കണ്ട. ഒച്ച വെക്കലടി, കൊച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. ഞാൻ നിന്റെ മമ്മിയാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു, എന്നിട്ടതങ്ങ് മറന്നു കള. ചെറുക്കനും പാർട്ടിയൊക്കെ എത്തിയിട്ടോ കുഞ്ഞോനെ.
നമസ്കാരം. നമസ്കാരം. വാ. ആ കയറി വാ. എന്നാ പറ്റി? ഇത് തുറക്കത്തില്ലല്ലോ. ആ ലോക്കൊന്ന് വലിച്ചേ. ഇത് സ്റ്റക്കാ. ഒന്നുകൂടെ നോക്കി. ഇല്ലേ? ലക്ഷണക്കേടാണല്ലോ കുഞ്ഞിനെ. ചുമ്മാ ഇരി. ഞാൻ അപ്പുറം വരാം. ഗ്ലാസ് ഒന്ന് താത്തിക്കേ. സ്കെയിലും എല്ലോട്ട് നോക്കണോ? ഒരു മിനിറ്റ്. നീ ടെൻഷൻ ആണ്ട, ഞാൻ നോക്കട്ടെ. ഇല്ലേ അപ്പുറം ഇറങ്ങാന്നേ. ഇതൊക്കെ സാധാരണയല്ലേ. വാ ഇറങ്ങിക്കോ. നന്നായി വലതുകാലം വെച്ചിറങ്ങിയല്ലോ. അതെ. എല്ലാവരും കയറി വാ. കയറി വാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ ഇടൂ. കയറി വാ. ജിപ്സി. ക്രിസ്പിൻ. ആ ക്രിപ്സി. അല്ല ക്രിസ്പി. ഓക്കെ പോയിന്റിലോട്ട് വരാം. പ്ലെൻറ്റി ഓഫ് ഡിസൈനിങ് വർക്ക്സ് വരാറുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രകാശ്. ദിവംഗതരുടെ ഫ്ലെക്സുകൾ, A+ കിട്ടിയവരുടെ ഫ്ലെക്സ്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, D4 ഡാൻസ്, പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലെക്സുകൾ തുടങ്ങിയവ തീർത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഡിസൈൻ ചെയ്ത് കട്ടപ്പന കൊണ്ടുപോയി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഹായ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. നേരത്തെ കഴിഞ്ഞു. ഒരു പാസ്റ്ററുടെ മോനായതാ. ചേട്ടാ ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. സ്റ്റുഡിയോ പൂട്ടിയിട്ടില്ല. എങ്ങോട്ടാടാ? ഒരു ചെറിയ മരണം ഉണ്ടെന്നേ. ആര്? ചെമ്പകപ്പാറ. എന്നെ മനസ്സിലായോ? ക്രിസ്പിൻ. വളവനാടൻ കപ്പിന്റെ സെമിയിൽ എൻ്റെ ഓവറിലെ മഹേഷേട്ട് 4 6 അടിച്ച. മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ്. പള്ളിപ്പറമ്പൻ്റെ പാമ്പ് ബാസ്പന്റെ അനിയൻ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോൾ മഹേഷേട്ടല്ലോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. നീ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് എറണാകുളത്തേക്ക് ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടി നിസാർ കേസിനാണ് മഹേഷേട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്. ശരി, പേടിക്കണ്ട, ഞാനിഞ്ഞി ഇവിടെ ഉണ്ടാവും. ബേബി ചേട്ടൻ എന്നെ പണിക്കെടുത്തു. നന്നായി. ഞാനങ്ങോട്ട്. അതെ, ഒരു കുഴപ്പമുണ്ടാക്കിയല്ല, അടങ്ങി ഒതുങ്ങിന്നോളാം. ഇത്ര ഹാൻഡ്സമായ ഒരാൾ വിവാഹം കഴിക്കാൻ എന്തേ താമസിച്ചു എന്നായിരിക്കും സ്വാമി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ്. ബട്ട് 1-2 ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ എനിക്ക് വിശ്വാസമായി. സൗമിക്ക് അങ്ങനെ എന്തെങ്കിലും എങ്ങനെ സം സോർട്ട് ഓഫ് ലവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? പിന്നെ കേട്ടോ പിടിച്ചോ ജോസഫേട്ടാ, നല്ല ഫോട്ടോ എടുത്തു വെച്ചോട്ടോ. നീ പോടാ പുല്ലേ. മേരി ചേച്ചിന്റെ പേരമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മഹേഷേ, ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. അല്ല നീ എങ്ങോട്ടാ? കടയിലാരും ഇല്ല. പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ? വാ ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ. വാ. റോസ്റ്റ് ഉള്ളാലും കൊള്ളാല്ലേ? ജൈവനാ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടിപ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയെ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിറ്റ നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണി എന്നിക്കല്ലേ മനുഷ്യർ പോകുന്നല്ലേ? എന്ത് വട്ടാടോ എനിക്ക്? കുറെ നാളെ തുടങ്ങിയിട്ട് എന്നാ വിളിക്കേ.
എൽദോനെ വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അവന്റെ നെഞ്ചത്തടിച്ച് വെച്ച് വെച്ചു. ഏയ് നീ വിളിക്കേ, എൽദോനെ വിളിക്കേ. ഇതിൽ ബാലൻസ് ഇല്ലെന്ന്. പറ, നമ്പർ പറ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. ആ എന്നതാ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരെ ഏൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല. എങ്ങനെയുണ്ട്? അതെ, അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളാം. ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമി ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവൻ ഇച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ, നീ ടെൻഷൻ ആവല്ലേ. നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോൺ ബെല്ലടിക്കണ്ട. അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. തായറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എടാ സാബു, കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ അല്ലേ? ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. ചിൽ സാറാ, ചിൽ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പ കിടന്നു. ഗുഡ് നൈറ്റ്. ഓ, നിങ്ങളോട് വിളിപ്പൊടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീറ്റ. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്ക്, തിരിച്ച് വിളിക്ക്. പ്ലീസ്. എന്നെ എൽദോ ചായ? ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇതിൽ കയറി ഇടപെടാൻ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ. ആളിയുടെ തന്തയ്ക്ക് പറഞ്ഞോടാ. അവൻ്റെ ഒരു മധ്യസ്ഥത. അവന്റെ അപ്പനെ വിളിച്ചിട്ട് അപേക്ഷ ആരെയാണോ വിടില്ല, ഞാൻ ഒഴുത്തിനും വിടില്ല. എന്നോടെ ഒരുത്തിനും വിടില്ല. എവിടെ നോക്കിട്ട് അവിടെ വരുന്നേ? മാങ്ങാട്ടി ഞാനല്ല, അയാളാണ്.